ഞാൻ എൻ്റെ സുഹൃത്തും കൂടി ഷൊർണൂർക്ക് പോയി. മെറ്റലിൻ്റെ അവിടെ എത്തി വലതുവശത്തെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പോലീസ് വണ്ടി വന്ന് ഞങ്ങളെ ഇടിച്ചു. ഏത് പോലീസാണെന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നീടാണ് മനസ്സിലായത് ഒറ്റപ്പാലം സ്റ്റേഷനിലത്തെ പോലീസാണ് എന്നുള്ളത്. വണ്ടി ഇടിച്ച വഴിക്ക് അവർ ആസ്പത്രി കൊണ്ടുപോയി PK ദാസിൽ 2 ദിവസം കിടത്തി. അവർ ചികിത്സാ ചെലവ് വഹിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പൈസയാണ് അവർ അടച്ചുള്ളൂ, ബാക്കിയുള്ള പൈസ അടച്ചില്ല. അത് ഞങ്ങളെ കൊണ്ട് കിടപ്പിക്കുകയാണ് ചെയ്തത്. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പോലീസ് വാഹനമിടിച്ച് പരിക്കേറ്റ തൃശൂർ ചെറുതുരുത്തി സ്വദേശിനിയായ യുവതിയുടെ ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത്. 1 മാസം മുൻപായിരുന്നു, 1.5 മാസം മുൻപായിരുന്നു ഈ അപകടമുണ്ടായത്. പിന്നീട് കേസെടുത്ത് പോലീസിന്റെ പ്രതികാര നടപടിയും. വാഹനമിടിച്ച് നട്ടലിന് പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പോലീസിന്റെ ക്രൂരത. ചെറുതുരുത്തി പൈങ്കുള സ്വദേശിനി രജനിക്കാണ് പരിക്കേറ്റത്. അപകടത്തിന് ശേഷം ചികിത്സാ ചെലവ് വഹിക്കാം എന്ന് ഉറപ്പ് നൽകിയ ശേഷം കേസെടുക്കാത്ത ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ ബില്ലും അടച്ചില്ല. ഇക്കാര്യം ചോദ്യം ചെയ്തതോടെയാണ് യുവതിക്കെതിരെ കേസെടുത്തത്. ഒറ്റപ്പാലം CIയും യൂണിഫോം ധരിക്കാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമാണ് അന്ന് വാഹനത്തിലുണ്ടായിരുന്നതെന്ന് യുവതി പറയുന്നു. മെയ് 11-നാണ് കുളപ്പുള്ളിയിൽ വെച്ച് ഈ അപകടമുണ്ടായത്. ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, ഈ ഒരു 1.5 മാസം മുൻപ് നടന്നൊരു സംഭവമാണ്. ഏറെ ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം ആ പരിക്കേറ്റ അപകടത്തിൽ പോലീസ് വാഹനമിടിച്ച് പരിക്കേറ്റ യുവതിയുടെ നില ഗുരുതരാവസ്ഥയിലായിരുന്നു. പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടി അതിനുശേഷം അവർ വീട്ടിലെത്തിയിട്ടുണ്ട്. അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഈ ആശുപത്രിയിലെ ചികിത്സാ ചെലവ് പൂർണ്ണമായും വഹിക്കാമെന്നൊക്കെ ഉറപ്പ് നൽകി. പക്ഷെ ബില്ലും അടച്ചില്ല. മാത്രമല്ല പിന്നീട് പ്രതികാര നടപടിയും. എന്താണ് യഥാർത്ഥത്തിൽ അന്ന് അവിടെ സംഭവിച്ചത്? പിന്നീട് പോലീസ് ഈ വിഷയത്തിൽ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ ഡാനി? ടോം, ഈ സംഭവത്തിൽ ഇതിൽ ഈ രജനിയും സുഹൃത്തും സുജയും അന്ന് ബേക്കറിയിലേക്ക് അവരൊരു ജോലിക്ക്, താൽക്കാലികമായ ഒരു ജോലി സംവിധാനം എന്ന രീതിയിലേക്ക് ദിവസക്കൂലിക്ക് ഏതാണ്ട് 300 രൂപയോളമാണ് ദിവസക്കൂലി. അത്രയും ഒരു തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നതിന് തുടക്കമിടുന്നൊരു ദിവസം കൂടിയായിരുന്നു. അന്ന് അവരെ അവിടേക്ക് പോകുന്ന സമയത്താണ് അവർ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിലേക്ക് ഈ ജീപ്പ് വന്നിടിക്കുന്നത്. തുടർന്ന് ഇവർ താഴെ വീഴുന്നു. യൂണിഫോമിൽ ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, അവർ തിരിച്ചറിയുന്നു. ഒപ്പം മറ്റൊരാൾ കൂടി ആ വാഹനത്തിലുണ്ടായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഇവർ അടുത്തെത്തുന്നു. പോലീസ് യൂണിഫോമിലിട്ട ആൾ തന്നെ വന്ന് പറയുന്നു, നിങ്ങളുടെ ചികിത്സാ ചെലവ് ഞങ്ങൾ നോക്കിക്കോളാം, മറ്റു പരാതികളുമായി പോകരുത് എന്ന് പറഞ്ഞതായിട്ടാണ് ഇവർ തന്നെ പറയുന്നത്. പിന്നീട് ഇവർ ആശുപത്രിയിലേക്ക് പോകുന്നു. പക്ഷേ ചികിത്സാ ചെലവിൻ്റെ കാര്യത്തിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും തന്നെ ഒരു നടപടിയും ഇല്ലാതെ തന്നെ പിന്നീട് ഒരു തുടർച്ച അക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. രജനിക്കാവട്ടെ തലയ്ക്കും നട്ടലിനും ഗുരുതരമായിട്ട് തന്നെ പരിക്കേൽക്കുകയും ചെയ്തു. അവരിപ്പോഴും ആശുപത്രി വിട്ടെങ്കിലും ഇപ്പോഴും അവർ വീട്ടിൽ കിടപ്പിലാണ്. അവർക്ക് വലിയ രീതിയിലേക്ക് എഴുന്നേറ്റ് നടക്കുന്നതിന്, ജോലി ചെയ്യുന്നതിന് കഴിയാത്തൊരവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. തുടർന്ന് ഇവർ ഈ പരാതിയുമായി ചെല്ലാനായിട്ട് അവർ നിർബന്ധിതരാകുകയാണ്. ഇനി മറ്റു വഴികളില്ല എന്ന രീതിയിലേക്ക് പരാതിയുമായി പോകാനായിട്ട് തീരുമാനിക്കുന്നു. പരാതി മുന്നോട്ട് പോകുന്നു. ഷൊർണൂർ പോലീസിലാണ് അവർ ആ പരാതി നൽകിയിട്ടുള്ളത്. പക്ഷേ അപ്പോഴേക്കും തന്നെയും ഇവർക്കെതിരെ മറ്റ് പരാതി വന്നിരിക്കുന്നു. ജീപ്പിൻ്റെ ലൈറ്റ് കേടുപാടുകൾ വരുത്താൻ ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ആ പരാതി വന്നിരിക്കുന്നത്. ഇത് ഒറ്റപ്പാലം CIയും സുഹൃത്തുമാണ് വാഹനത്തിലുണ്ടായിരുന്നതെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു പരാതി ഈ യുവതിക്ക് എതിരെ അതിനുശേഷം എടുത്തിരിക്കുകയാണ്. യുവതിയുടെ പരാതിയിൽ കേസെടുത്തില്ല എന്നത് മാത്രമല്ല സംഭവിക്കുന്നത്, അവർക്കെതിരെ ഉടൻ തന്നെ ഒരു പരാതി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലാണ് നടപടി പിന്നീട് തുടരുന്നത്. ഈ ഒരു അവസ്ഥയിലാണ് ഇവർക്ക് ഈ മാധ്യമങ്ങളോടൊക്കെ ഇത് തുറന്ന് പറയേണ്ട ഒരു എന്താണ് പോലീസ് അവർക്കെതിരെ ഈ യുവതിക്കെതിരെ, രജനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടോ? നിലവിൽ അറിയാൻ സാധിക്കുന്നത് ഇവരുടെ വാഹനം അത് തടയാൻ ശ്രമിച്ചു. ഒപ്പം തന്നെ അതിൻ്റെ ലൈറ്റിന് കേടുപാടുകൾ വരുത്തി എന്നതാണ്. അതായത് ഈ വാഹനം ഇടിച്ചു വീണതിന് ശേഷം ഇവർ വലിയ രീതിയിൽ അവിടെ പ്രതിഷേധമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ വാഹനത്തിന് കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. ലൈറ്റിന് അത് ഇതാക്കാൻ ശ്രമിച്ചു, വാഹനം തടഞ്ഞു നിർത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഇവർക്കെതിരായി വന്നിരിക്കുന്ന പരാതിയിലടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്.
ഇങ്ങനെ ഈ രീതിയിലേക്ക് എല്ലാം കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അവർക്കെതിരെ ഈ സ്ത്രീകൾക്കെതിരെ, യുവതികൾക്കെതിരെ കേസെടുക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. പരിക്ക് പറ്റിയത് ഇവർ രണ്ടു പേർക്കുമാണ്, സുജയ്ക്കും രജനിക്കുമാണ് ഈ സംഭവത്തിൽ പരിക്ക് പറ്റിയത്. അതിൽ അവർക്ക് വാക്കാൽ നൽകിയ ഉറപ്പുകളുണ്ടായിരുന്നു. അത് വിശ്വസിച്ചുകൊണ്ടാണ് അവർ അവിടെ നിന്ന് മാറുന്നത്, പിന്നീട് ആശുപത്രിയിലേക്ക് അടക്കം പോകുന്നതും ചികിത്സയിലേക്ക് പോകുന്നതും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ മറ്റ് നടപടികൾ ഉണ്ടാകുന്നില്ല. അവർക്ക് വാഗ്ദാനം ചെയ്തതുപോലെ ചികിത്സാ ചെലവടക്കം വഹിക്കാമെന്ന് അവരോട് പറഞ്ഞു. മറ്റ് പരാതികളുമായിട്ട് മുന്നോട്ട് പോകരുത് എന്നത് പറഞ്ഞു. അവരത് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. കാരണം മറ്റൊരു വഴിയുമില്ലാത്ത ഒരു സ്ത്രീകൾക്ക്, നമുക്കറിയാം, ഇങ്ങനെ ദിവസക്കൂലിക്കടക്കം പോകേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അവർക്ക് സാമ്പത്തികമായി വളരെ പിന്നാക്കാവസ്ഥയിൽ തന്നെയാണ് അവരുള്ളത്. അപ്പോൾ അവർക്ക് സഹായകരമാകുമെങ്കിൽ അത് ആ രീതിയിൽ തന്നെ ആവട്ടെ. കാരണം ചികിത്സയ്ക്ക് കാര്യമായ തുക വരും, അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു അങ്ങനെ ഇരുന്നത്. പക്ഷേ പിന്നീട് ആശുപത്രിയിൽ യാതൊരു രീതിയിലുള്ള അപ്ഡേഷൻസ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. വലിയ സാമ്പത്തിക അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടിവരുന്നു. പിന്നീട് ഇവരെ ബന്ധപ്പെടാനോ അവർക്ക് കാര്യമായ രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണങ്ങളുമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് ഇങ്ങനെ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്. പരാതിയിൽ അത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ അതിന് പിന്നീട് സംഭവിക്കുന്നത്, നമ്മൾ പറയുന്ന ഒരു പ്രതിസ്പന്ദനം ഉണ്ടാകുന്നത് തിരിച്ചിവർക്കെതിരെയുള്ളൊരു പരാതിയായിട്ടാണ് വരുന്നത്. യുവതികൾക്ക് എതിരെയുള്ളൊരു പരാതിയിലേക്ക് വരുന്നു. അവർ ജീപ്പ് കേടുപാടുകൾ വരുത്താനായിട്ട് ശ്രമിച്ചു എന്നതടക്കമുള്ള ഒരു എതിർ പരാതിയാണ് വരുന്നത്. പോലീസാകട്ടെ ആ പരാതിയിൽ നടപടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരുക്കത്തിലുമാണ്. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഈ സംഭവത്തിലെല്ലാം തന്നെ ഉയരുന്നുണ്ട്. കാരണം അങ്ങനെ കൃത്യമായ രീതിയിൽ യുവതികൾക്കെതിരെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോലീസ് നടത്തുന്ന ഒരു നീക്കം തന്നെയാണ്. ഇപ്പോൾ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ് തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഈ വാദിയെ പ്രതിയാക്കുന്ന രീതിയിൽ പോലീസിന്റെ നടപടികളൊക്കെ ഇതിനു മുൻപ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇതൊരു പ്രതികാര നടപടിയാണ് പോലീസിന്റെ ഭാഗത്ത്. അതും ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ, CI ഉൾപ്പെടെ ഉള്ള വാഹനമാണ് ഈ യുവതിക്ക് അപകടം ക്ഷണിച്ചു വരുത്തിയത്. അവരുടെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ, കഴിഞ്ഞ 2 മാസത്തോളമായി അവർ ഒരു തൊഴിൽ പോലും എടുക്കാൻ കഴിയാത്തൊരവസ്ഥ നേരിടുന്നു. മാത്രമല്ല അതിനുശേഷം പ്രതികാര നടപടി, കേസെടുക്കുന്നു. ഇവരിപ്പോൾ കേസുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് ഈ രജനി എന്ന യുവതി. പക്ഷേ ഇത് ആരുടെ അടുത്ത് അവർ സമീപിക്കും? ഈ പോലീസിന്റെ നീതി നടപ്പാക്കേണ്ട പോലീസുകാർ തന്നെ ഇങ്ങനെ വേട്ടയാടുകയാണെങ്കിൽ ഇവർക്ക് പരാതിയുമായി മുന്നോട്ട് പോയാൽ ഒരു നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാമോ ശ്രീ ജോർജ് ജോസഫ്? അവർക്ക് നീതി കിട്ടും. അതിന് അവരൊരു പരാതി പോലീസുകൾക്കെതിരായിട്ട് കേസെടുത്തോട്ടെ, അവിടെ കിടന്നോട്ടെ. ഇവരൊരു പരാതി എന്താ സംഭവിച്ചതെന്ന്, ഇവർക്ക് പറ്റിയ പരിക്ക്, അതിന്റെ ഡേറ്റ്, ടൈം, പോലീസ് വാഹനത്തിന്റെ നമ്പർ, അതെല്ലാം വെച്ചിട്ട് ഒരു പരാതി ഇവര് എഴുതി ആ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക. കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, സ്പീഡ് പോസ്റ്റിൽ അല്ലെങ്കിൽ അത് പോസ്റ്റ് വഴി അങ്ങ് അയച്ചു കൊടുക്കുക. ഒരു 3 ദിവസം 4 ദിവസത്തിനകം മറുപടി കിട്ടിയില്ലെങ്കിൽ അവര് SP-ക്ക് പരാതി കൊടുക്കുക, അത് രജിസ്റ്റർ ചെയ്ത് അയക്കുക. അവിടെ നടപടി ഉണ്ടായില്ലെങ്കിൽ അവര് നേരിട്ട് ഒരു വക്കീലിനെ സമീപിച്ച് കോടതി പരാതി കൊടുത്താല് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് FIR എടുക്കും. പോലീസിന്റെ കേസുമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. ഈ 2 കേസുകളും ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ കോടതിയിൽ ഒന്നിച്ച് മാത്രമേ അതിന്റെ വാദങ്ങൾ കേൾക്കുള്ളൂ. കോടതിക്ക് അതിന്റെ സത്യം മനസ്സിലായിട്ട് ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് കോടതി കണ്ടെത്തും. അതുകൊണ്ട് അവര് വിഷമിക്കേണ്ട രജനി ഇതുവരെ കൊടുത്ത പരാതിയോടെ നിൽക്കട്ടെ. കൃത്യമായ ഒരു പരാതി ഡ്രാഫ്റ്റ് ചെയ്തിട്ട് പോസ്റ്റില് അവിടുത്തെ SHOയ്ക്ക് അയച്ചു കൊടുക്കുക. അയാൾ കേസ് എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ ഇവര് കേസ് എടുത്തില്ല എന്ന് പറഞ്ഞ് അതിന് നടപടി എടുക്കണം, കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൺസേൺഡ് SP-ക്ക് ഒരു പോസ്റ്റിൽ ഒരു പരാതി കൊടുക്കുക. മിക്കവാറും ഇപ്പോഴത്തെ പുതിയ CRPC നിയമം അനുസരിച്ച് SP ആ കേസ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹം തന്നെ അന്വേഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അന്വേഷിക്കാനായിട്ട് അദ്ദേഹത്തിന് ഈ SHO അല്ലാതെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കണമെന്ന് കൃത്യമായിട്ട് പുതിയ CRPC പറഞ്ഞിട്ടുണ്ട്. അതും നടന്നില്ലെങ്കിൽ കോടതി പരാതി കൊടുക്കുക, നീതി കിട്ടും. അത് ആ വാഹനം പിടിച്ച് എന്തായാലും ശരി, അതിന്റെ കോമ്പൻസേഷൻ ഇവർക്ക് കിട്ടും, ഇൻഷുറൻസ് ഇവർക്ക് കിട്ടും. കാരണം പോലീസ് വാഹനങ്ങൾക്കെല്ലാം ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം എന്നാണ് നിയമം. പക്ഷേ ശ്രീ ജോർജ് ജോസഫ്, ഇവർക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. പക്ഷേ ഇങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടാകാമോ? കാരണം ഒരു CI, ഒരു സ്റ്റേഷന്റെ ചുമതലയുള്ള ഒരു CI ഉൾപ്പെടെയാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അവർ ഉറപ്പ് നൽകിയതാണ് ആശുപത്രിയുടെ എല്ലാവിധ രീതിയിലുള്ള ചികിത്സാ ചെലവും വഹിക്കാമെന്ന് ഉറപ്പ് നൽകി. പിന്നീട് ഇവർ കേസുമായി മുന്നോട്ട് പോകുമെന്ന് കണ്ടപ്പോൾ ഈ യുവതിക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുന്നു.
എന്താണ് നമ്മൾ ഈ കേരള പോലീസിന് ഇപ്പോൾ എന്താണ് പറ്റുന്നത്? ഇങ്ങനെയൊക്കെ നമ്മൾ ഈ പോലീസുകാർക്കിടയിൽ ആത്മഹത്യകളും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും പോലീസുകാരുടെ ജോലി സമ്മർദ്ദത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഇതുപോലെ ഈ സേനയ്ക്ക് തന്നെ കളങ്കം വരുത്തുന്ന പോലീസുകാരെ സംരക്ഷിക്കാൻ സാധിക്കുമോ? അതെ, ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയൊന്നും സംരക്ഷിക്കില്ല, മേലുദ്യോഗസ്ഥന്മാരും സംരക്ഷിക്കില്ല. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് എന്താ സംഭവിച്ചതെന്നും ആരുടെ ഭാഗത്താ തെറ്റെന്നുള്ള രീതിയിൽ ആ രീതിയിൽ നമ്മൾ പരാതി എഴുതി അതേ SHIക്ക് തന്നെ കൊടുക്കുക. നിയമത്തിന്റെ വഴി പോയെങ്കിലേ നമുക്ക് നീതി കിട്ടുകയുള്ളൂ. ആ SHIക്ക് കൊടുക്കുക, SHIക്ക് കൊടുക്കുക. അയാൾ നമ്മുടെ പേരിൽ കേസ് അവിടെ എടുക്കുക, ആ മനുഷ്യനാണെങ്കിലും ശരി, ആ കേസെടുക്കാൻ ബാധ്യത നമ്മുടെ ഭാഗത്ത് കേസെടുക്കാനും ആ SHOയ്ക്ക് തന്നെ ബാധ്യസ്ഥനാണ് അയാൾ. രണ്ടും അന്വേഷിക്കട്ടെ എടുക്കുന്നെങ്കിൽ. ഇല്ലെന്നുണ്ടെങ്കിൽ SPക്ക് ഞാൻ പറഞ്ഞ പോലെ കൊടുക്കുക, അവിടെ നടന്നില്ല കോടതി കൊടുക്കുക, നീതി കിട്ടും. അതിന് യാതൊരു മാറ്റവുമില്ല. ഇതിന് അവരെടുത്ത കേസും നമ്മളെടുത്ത കേസും കോടതിയിൽ ഒന്നിച്ച് ട്രയൽ നടത്തി കോടതി അതിന്റെ സത്യം കണ്ടുപിടിച്ചോളും. ശ്രീ ജോർജ് ജോസഫ്, ഇത്തരം ഈ പോലീസിന്റെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയുമോ? കാരണം വാഹനാപകടം സ്വാഭാവികമാണ്, ആർക്കും സംഭവിക്കാം. ഏത് സമയവും ഇത്തരം അബദ്ധത്തിലായിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അപകടങ്ങളൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സംഭവിക്കാം. പക്ഷേ അത്തരം ഒരു അപകടത്തിൽ ഒരു യുവതിക്ക് പരിക്കേറ്റിട്ട് പിന്നെ അവർക്കെതിരെ ഇതുപോലെ നടപടി ഉണ്ടാകുമ്പോൾ, പ്രതികാര നടപടി ഉണ്ടാകുമ്പോൾ, അത് വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? ഈ ഒരു പരാതിയുമായി യുവതി മുന്നോട്ട് പോയാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമോ? ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അവിടെ പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ട് പരാതി കൊടുത്തിട്ട് എടുത്തില്ലെങ്കിൽ അത് ലേറ്റ് ആയാലും ഇത്ര താമസിച്ചാലും അതിനകത്ത് കാര്യമൊന്നുമില്ല. താമസിച്ചതിന്റെ കാര്യം അവർ നേരത്തെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ എടുക്കാത്തതാണല്ലോ. അതുകൊണ്ട് ആ ഡിലേക്കൊന്നും കുഴപ്പമില്ല. SPക്ക് കൊടുക്കുക, SP തന്നെ തീർച്ചയായിട്ടും അന്വേഷിക്കും. അതിനുശേഷം പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണെങ്കിൽ ഈ തെറ്റ് കാണിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടി എടുക്കണമെന്ന് പറഞ്ഞാൽ അടുത്ത പരാതി കൊടുക്കുക. തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. അതിനുള്ള സംവിധാനം പോലീസിലുണ്ട്. അങ്ങനെ ആർക്കും ഈ തെറ്റ് കാണിച്ചിട്ട് അത് ശരിയാണെന്ന് പറഞ്ഞ രീതിയിലേക്ക് അധികാരം ദുർവിനിയോഗം ചെയ്യാൻ അവകാശമില്ല. പല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ടുക നമ്മൾ കണ്ടല്ലോ. പലർക്കെതിരായിട്ട് അതിശക്തമായ നടപടി ഗവൺമെന്റ് എടുത്തില്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എടുത്തുകൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് സ്വല്പം താമസിക്കും, സത്യവും നമുക്ക് വിജയിക്കും, അത് വിജയിച്ചു വരും. അതുകൊണ്ടുള്ള ആ നടപടിക്രമം കൃത്യമായിട്ട് ഇവരോട് പാലിക്കാൻ പറയാം. കേസ് കൊടുക്കുക, നടപടി ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. വളരെയധികം നന്ദി ശ്രീ ജോർജ് ജോസഫ് പ്രതികരിച്ചതിന്. ഡാനി ഇപ്പോൾ വീണ്ടും ചേരുന്നുണ്ട്. ഡാനി, ശ്രീ ജോർജ് ജോസഫ് സൂചിപ്പിച്ചതുപോലെ നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ, പരാതിയുമായി മുന്നോട്ട് പോയാൽ രജനിക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് ശ്രീ ജോർജ് ജോസഫ് പറയുന്നത്. എന്താണ് അവരുടെ നിലപാട്? കാരണം മറുവശത്ത് പോലീസ് ഉദ്യോഗസ്ഥരാണ്, അവർക്കെതിരെ വീണ്ടും ഇത്തരം നടപടി ഉണ്ടാകുമെന്നൊരു ആശങ്ക ഈ യുവതിക്കുണ്ടോ? ഇവർക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയുണ്ടോ ഈ വിഷയത്തിൽ? ഈ രജനിയുടെ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ഒക്കെ നിലപാടെന്താണ്? ഇവർക്ക് പൂർണ്ണമായ പിന്തുണ നൽകുന്നുണ്ടോ? ടോം, നിലവിൽ ആരും പിന്തുണയുമായി, പ്രത്യക്ഷ പിന്തുണയുമായി രാഷ്ട്രീയ പാർട്ടികളോ ആരും തന്നെ രംഗത്ത് വന്നിട്ടില്ല. എങ്കിൽ കൂടിയും ഇവർക്ക് നീതി ആവശ്യമാണ്, ന്യായം ഇവരുടെ ഭാഗത്താണ് എന്ന് ചിന്തിക്കുന്നവർ തന്നെയാണ് ബഹുഭൂരിപക്ഷം പേരുമുള്ളത്. അതുകൊണ്ട് തന്നെയും അത്തരമൊരു കൂട്ടായ്മകളോ കാര്യങ്ങളോ എല്ലാം തന്നെ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. വൈകാതെ തന്നെ ഇവർക്ക് അർഹമായ രീതിയിലുള്ള ഒരു നഷ്ടപരിഹാരം നൽകണം. കാരണം ഇവരെ ഇടിച്ചിട്ടത് പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഹനമാണ് എന്ന് സംശയാതീതമായിട്ട് തന്നെ തെളിയുന്നു. ഇവർ തന്നെ അത് വ്യക്തമായിട്ട് തന്നെ പറയുന്നു. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരു തെളിവടക്കമുള്ള കാര്യങ്ങളുള്ളപ്പോൾ ഇവർ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് ഈ രീതിയിലുള്ള ഒരു പരാതി ഉന്നയിക്കുക, ഒപ്പം തന്നെ അതുമായിട്ട് കേസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക എന്നതടക്കമുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ട്. നേരത്തെ മുനസ്പി സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള നിയമ നടപടികളോ കാര്യങ്ങളോ എല്ലാം തന്നെ ഉറപ്പ് വരുത്തേണ്ടതാണ്. അത് ഇവർക്ക് ആ രീതിയിലുള്ള നിയമസഹായവും മറ്റും ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു കേസിൽ 2 യുവതികൾക്കെതിരെ അവർക്ക് അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഇരകളായവർക്കെതിരെ തന്നെ പോലീസ് ഈ രീതിയിലേക്ക് കേസെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഒരു ആശ്വാസ്യമായ ഒരു കാര്യം അല്ല ഒട്ടും. അതുകൊണ്ട് തന്നെ അവർക്ക് നിയമസഹായം അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അത്തരം ചില ചർച്ചകൾ നടക്കുന്നു തന്നെയാണ് മനസ്സിലാകുന്നത്. വൈകാതെ ആ രീതിയിൽ മുന്നോട്ട് പോകും. എന്നാലും പരാതിയിൽ ഇവർ ഉറച്ചു തന്നെ നിൽക്കുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്.
അതുമായി മുന്നോട്ട് പോകും. പോലീസ് ഇനി തുടർ നടപടികളുടെ ഭാഗമായി എന്താണ് ഇനി മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുക എന്നാണ് നോക്കുന്നത്. ഈ യുവതികൾക്കെതിരെ ഇനി എടുത്തിരിക്കുന്ന കേസ് പ്രകാരം അടുത്ത നടപടികൾ എന്ത് സ്വീകരിക്കാൻ പോകുന്നു എന്നത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. വൈകാതെ യുവതികളുടെ ഭാഗത്തു നിന്നുള്ള നിയമ നടപടികളിലെ പോലീസിന്റെ ഒരു അനാസ, പോലീസ് ഇതുവരെയും കേസ് എടുത്തിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയും വളരെ സജീവമാണ്. അങ്ങനെയൊരു നിയമ നടപടിക്ക് തന്നെയാണ് സജീവമായിട്ട് സാധ്യതയുള്ളത്. ഒപ്പം തന്നെ പോലീസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ, മുഖ്യമന്ത്രി അടക്കം പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ കൂടിയും മറ്റു തലങ്ങളിൽ തന്നെ ഈ ഒരു പരാതി ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ടോം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഒറ്റപ്പാലം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഏറ്റവും മോശപ്പെട്ട നടപടിയാണ്. കാരണം ഒരു വാഹനാപകടത്തിൽ, പോലീസിന്റെ വാഹനമിടിച്ച് അപകടത്തിൽ പരിക്കേറ്റ യുവതിക്ക് നേരെ ഉണ്ടായത് പ്രതികാര നടപടി തന്നെയാണ്. പോലീസ് കേസെടുത്തതിൽ വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. യുവതി പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. ഈ വീഴ്ച വരുത്തിയ CI ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി തന്നെ സ്വീകരിക്കണം.